ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡേ 28ന്റെ ലൈവ് എക്സാമുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ അറിവിന്റെ പേടകം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ ഇടുന്ന എല്ലാ ക്ലാസ്സുകളും വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി തന്നെ ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, നമ്മുടെ വീഡിയോസും ക്ലാസ്സുകളും എല്ലാം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമ്മുടെ ചാനൽ അറിവിന്റെ പേടകം നമ്മുടെ ക്രിസ്ത്യൻ മാമിന്റെ ചാനലാണ് അറിവിന്റെ പേടകം. ഇത് മാത്രമല്ല, നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെയും അതുപോലെ തന്നെ അറിവിന്റെ പേടകത്തിലെയും എല്ലാ പെയ്ഡ് ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ശ്രീ ലേണിംഗ് ആപ്പ് വഴിയാണ്. നമ്മുടെ ആപ്പിന്റെ പേരാണ് ശ്രീ ലേണിംഗ് ആപ്പ്. ഈ ഒരു ആപ്പ് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡേ 28ന്റെ എക്സാം ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ഡേ 28 നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകളാണ് ഇന്നലെ തന്നിട്ടുണ്ടായിരുന്നു. ഫ്രഞ്ച് വിപ്ലവം, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ, സയൻസിൽ നിന്ന് താപം, താപനില, വിവിധതരം തെർമോമീറ്ററുകൾ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഗത്ത് നിന്ന് സിംഗുലറും പ്ലൂറൽ ആൻഡ് ചേഞ്ച് ഓഫ് ജെൻഡർ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഡേ 29 നാളെ നിങ്ങൾ പഠിച്ചു വരേണ്ട വിഷയങ്ങൾ: ജിയോഗ്രഫിയിൽ നിന്ന് മഹാസമുദ്രങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഞ്ചായത്തി രാജ് സംവിധാനത്തെ കുറിച്ച് പഠിക്കുക, കെമിസ്ട്രിയിൽ നിന്ന് ലോഹസങ്കരങ്ങളും ആസിഡ്, ആൽക്കലി, pH മൂല്യം എന്നിവയെ കുറിച്ച് പഠിക്കുക, സാഹിത്യത്തിൽ നിന്ന് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചു വരേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യുക ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഡേ 28 കടക്കാം. ഡേ 28 ആദ്യത്തെ ചോദ്യമാണ്. സജ്ന ഗുഡ് ആഫ്റ്റർനൂൺ, ISL ടോക്കി ഹായ്, ഏഞ്ചൽ ഹായ്, കാവ്യ, ജാഫർ അലി എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മള് ഡേ 28 സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ: തന്നിരിക്കുന്ന വസ്തുതകൾ വിലയിരുത്തുക, ശരിയായവ തിരഞ്ഞെടുക്കുക. അപ്പൊ നമ്മുടെ ചോദ്യം കണ്ടപ്പോ തന്നെ മനസ്സിലായി ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട നമ്മുടെ ആദ്യത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഞാനാണ് രാഷ്ട്രം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ലൂയി 15. നമ്മളുടെ ആദ്യത്തെ പ്രസ്താവന ശ്രദ്ധിക്കുക. ഞാനാണ് രാഷ്ട്രം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ലൂയി 15. ശരിയാണോ? ഈ തെറ്റായ പ്രസ്താവനയാണ്. ഞാനാണ് രാഷ്ട്രം എന്ന് അഭിപ്രായപ്പെട്ടത് ലൂയി 14 ആണ്. ലൂയി 14 ഞാനാണ് രാഷ്ട്രം എന്ന് അഭിപ്രായപ്പെട്ടത്. അല്ലെ? എനിക്ക് ശേഷം പ്രളയം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? അത് ആ ഒരു വാക്കിന്റെ ഉടമ അല്ലെങ്കിൽ ആ ഒരു പ്രസ്താവനയുടെ ഉടമയാണ് ലൂയി 15. ഞാനാണ് രാഷ്ട്രം എന്ന് അഭിപ്രായപ്പെട്ടത് ലൂയി 14. എനിക്ക് ശേഷം ഇനി പ്രളയമാണ് എന്ന് പറഞ്ഞത് ലൂയി 15. ഓക്കെ അല്ലേ? ഫ്രഞ്ച് സമൂഹത്തെ തരംതിരിച്ചിരിക്കുന്ന പല തട്ടുകൾ എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ശരിയായ പ്രസ്താവനയാണ്. അടുത്തത്: തിദേ എന്ന പേരിൽ നികുതി പിരിച്ചത് ഒന്നാമത്തെ എസ്റ്റേറ്റുകാരാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. അടുത്ത നോക്കൂ, പ്രഭുക്കന്മാർ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ആണ് ഉൾപ്പെടുന്നത്. തെറ്റാണ്. പ്രഭുക്കന്മാര് രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന ഉന്നത വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. അല്ലെ? അപ്പൊ രണ്ടാമത്തെ, അതായത് നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിഭാഗമാണല്ലോ രണ്ടാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ രണ്ടാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട ആളുകളാണ് പ്രഭുക്കന്മാര്. മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ആരാണ്? താഴ്ന്ന സാമൂഹിക പദവിയുള്ള നമ്മളെ സാധാരണക്കാരായിട്ടുള്ള കച്ചവടക്കാരും അതുപോലെ എഴുത്തുകാർ അങ്ങനെയുള്ള ചില ആളുകളാണ്, താഴ്ന്ന വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ്, നികുതി കൊടുക്കുന്ന ആളുകളാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത്. ചോദ്യം എന്തായിരുന്നു? തന്നിരിക്കുന്ന വസ്തുക്കളിൽ നിന്ന് ശരിയായ പ്രസ്താവന ഏതാണെന്നാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 3 മാത്രമാണ് ശരിയായ പ്രസ്താവന. സജിത്, ശ്രീജ, അജിന, അതുപോലെ തന്നെ സുനിൽ, പിന്നെ ഋഷിക, നിങ്ങൾ എല്ലാവരും പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. 2, 3 ശരിയായ പ്രസ്താവനകൾ. ഓക്കെ, അതുപോലെ ഞാനാണ് രാഷ്ട്രം എന്ന് അഭിപ്രായപ്പെട്ടത് ലൂയി 14 ഓർത്തു വെക്കുക. എനിക്ക് ശേഷം പ്രളയമാണെന്ന് പറഞ്ഞത് ലൂയി 15. ഓക്കെ, ഇനി ഫ്രഞ്ച് സമൂഹത്തെ തരംതിരിച്ചിരിക്കുന്നത് എസ്റ്റേറ്റുകൾ എന്നാണ്. തിദേ എന്ന പേരിൽ നികുതി കൊടുത്തത് ഒന്നാമത്തെ എസ്റ്റേറ്റുകാരാണ്. എന്നാൽ ടൈലേ എന്ന പേരിൽ സർക്കാരിന് നികുതി നൽകിയിരുന്ന ആളുകളാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്ന ആൾക്കാര്. അവരാണ് സമൂഹത്തിലെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾ. അടുത്ത ചോദ്യം: സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ
വ്യക്തി ആരാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പരീക്ഷയ്ക്ക് പലതവണ ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യം, പക്ഷെ ഈ ഒരു രീതിയിലല്ല എന്ന് മാത്രം. എങ്കിലും ഈ ചങ്ങലയിലാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ ഉത്തരം കിട്ടിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ആരൊക്കെയോ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വൈഷ്ണവി, ശ്രീജ, സജിത്, ഖജന, പൊന്നു എല്ലാവരും പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്. ഓക്കെ, വെൽ ഡൺ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. റൂസോ ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്, അല്ലെ? മനുഷ്യൻ സ്വതന്ത്രമായിട്ട് ജനിക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യന് സ്വാതന്ത്ര്യം കിട്ടി, അല്ലെങ്കിൽ മനുഷ്യൻ എവിടെയും സ്വാതന്ത്ര്യത്തോടെ നടക്കാം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ എല്ലായിടത്തും എങ്ങനെയാണ്? ചങ്ങലയിലാണ്, അല്ലെ? ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്, നമുക്ക് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ഇല്ല എന്നാണ് അദ്ദേഹം അതിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ വ്യക്തി, ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? റൂസോ. ഓക്കെ, അതുപോലെ ഫ്രഞ്ച് വിപ്ലവ കാലത്ത് നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താണ്, കേക്ക് തിന്നുകൂടെ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് മേരി ആന്റോയിനറ്റ്. മേരി ആന്റോയിനറ്റിന്റെ അഭിപ്രായമാണിത്. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് റൊട്ടിയില്ലെങ്കിൽ എന്താണ്, കേക്ക് തിന്നുകൂടെ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ്. അത് മാത്രമല്ല റൂസോ പറഞ്ഞത് ഇങ്ങനെയാണ്: ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് തത്വചിന്തകൻ കൂടിയാണ് റൂസോ, അല്ലെ? അത് ജനങ്ങളാണ് സമൂഹത്തിലെ ഭരണകൂടമോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അങ്ങനെ വേറുള്ള ഒരു പദവിയോ അല്ല, ജനങ്ങളാണ് ആ സമൂഹത്തിലെ സൊസൈറ്റിയിലെ പരമാധികാരികൾ എന്ന് അഭിപ്രായപ്പെട്ടതും ആര് തന്നെയാണ്? റൂസോ തന്നെയാണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക, അല്ലെ? പ്രധാനപ്പെട്ട തത്വചിന്തകന്മാരും അവരുടെ കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട റൈറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ദ സ്പിരിറ്റ് ഓഫ് ദ ലോ, റൂസോ. ശരിയാണോ? ദ സ്പിരിറ്റ് ഓഫ് ദ ലോ ആരുടെ പുസ്തകമാണ്? സ്പിരിറ്റ് ഓഫ് ദ ലോ ആരുടെ കൺസെപ്റ്റ് ആണ്? സ്പിരിറ്റ് ഓഫ് ദ ലോ റൂസോ ആണോ? റൂസോ ആണോ സ്പിരിറ്റ് ഓഫ് ദ ലോ? അല്ല, റൂസോന്റേതല്ല. സ്പിരിറ്റ് ഓഫ് ദ ലോ ആരുടേതാണ്? മൊണ്ടസ്ക്യൂവിന്റേതാണ്. മൊണ്ടസ്ക്യൂവിന്റേതാണ് സ്പിരിറ്റ് ഓഫ് ദ ലോ എന്ന് പറയുന്ന സങ്കല്പം. സോഷ്യൽ കോൺട്രാക്ട്. സോഷ്യൽ കോൺട്രാക്ട് ആരുമായി ബന്ധപ്പെട്ടതാണ്? സോഷ്യൽ കോൺട്രാക്ട് അഭയ് CS അല്ല, സോഷ്യൽ കോൺട്രാക്ട് റൂസോ ആണ്. അഭയ് CS അല്ല, റൂസോവിന്റേതാണ്. റൂസോയുടേതാണ് സോഷ്യൽ കോൺട്രാക്ട്. ടു ട്രീറ്റീസ് ഓഫ് എ ഗവൺമെന്റ് ബൈ ജോൺ ലോക്ക്. ശരിയല്ലേ? ടു ട്രീറ്റീസ് ഓഫ് എ ഗവൺമെന്റ് ആരുടേതാണ്? അത് ജോൺ ലോക്കിന്റേതാണ്. വാട്ട് ഈസ് ദ തേർഡ് എസ്റ്റേറ്റ് ബൈ മൊണ്ടസ്ക്യൂ. ശരിയാണോ? വാട്ട് ഈസ് തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് മൊണ്ടസ്ക്യൂവിന്റേതല്ല, അത് അഭയ് CS-ന്റേതാണ്. അഭയ് CS-ന്റേത് ആണ്. അപ്പോ നമ്മളുടെ ഉത്തരം ഏതാണ്? ഏത് മാത്രമാണ് ഇതിൽ ശരിയായ ജോഡി? ഓപ്ഷൻ ബി ആണ്. 3 മാത്രമാണ് ഇതില് ശരിയായ ജോഡി. ഓക്കെ അല്ലേ? അപ്പൊ ദ സ്പിരിറ്റ് ഓഫ് ദ ലോ ആരുടേതാണ്? മൊണ്ടസ്ക്യൂവിന്റേതാണ്. സോഷ്യൽ കോൺട്രാക്ട് റൂസോ ആണ്. ടു ട്രീറ്റീസ് ഓഫ് എ ഗവൺമെന്റ് ജോൺ ലോക്ക് ആണ്. വാട്ട് ഈസ് തേർഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന പുസ്തകം അഭയ് CS ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഫ്രഞ്ച് വിപ്ലവത്തെ സംബന്ധിച്ച ശരിയായ വസ്തുത തിരഞ്ഞെടുക്കുക. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. വേഗം പരിശോധിക്കുക, ഏതാണ് ശരി എന്ന് പറയുക, അല്ലെ? ഫ്രഞ്ച് വിപ്ലവം പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആശയങ്ങളാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, അല്ലെ? ആൻസർ പറയാനുള്ള സമയമാണ്, വേഗം കണ്ടെത്തിക്കോളൂ. എന്താണ് ഫ്രഞ്ച് വിപ്ലവം? നോക്കാം നമുക്ക്. ബാസ്റ്റിൽ ജയിൽ ആക്രമണമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നത്. ശരിയോ തെറ്റോ? ശരിയാണ്, അല്ലെ? ബാസ്റ്റിൽ ജയില് ആക്രമിച്ചതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഈ ബാസ്റ്റിൽ കോട്ട എന്തായിരുന്നു? അത് ഫ്രഞ്ച് ഭീകരതയുടെ പ്രതീകമായിട്ട് അറിയപ്പെട്ടിരുന്ന തടവറയാണ് കേട്ടോ ഈ ബാസ്റ്റിൽ കോട്ട അല്ലെങ്കിൽ ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുന്നത്. ബാസ്റ്റിൽ കോട്ട തകർക്കപ്പെട്ടത് 1789 ജൂലൈ 14. ശരിയായ പ്രസ്താവന. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വളരെ ശരിയാണ്. കോമൺസ് എന്നറിയപ്പെടുന്ന വിഭാഗമാണ് മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ. ശരിയല്ലേ? കോമൺസ് അല്ലെ, സാധാരണക്കാരായ ആളുകളെ മൂന്നാം എസ്റ്റേറ്റുകാർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അജിന, പൊന്നു, ഏഞ്ചൽ, സുനിൽ, ശ്രീജ, ഋഷിക,
അതുപോലെ തന്നെ സജിത്ത്, എല്ലാവരും ശരി ഉത്തരാണ് പറഞ്ഞത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായ ഉത്തരം അല്ലെ. അപ്പൊ ബാസ്റ്റിൽ ജയില് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഫ്രഞ്ച് ഭീകരതയുടെ പ്രതീകമായി മാറിയതാണ് ബാസ്റ്റിൽ ജയിൽ അല്ലെങ്കിൽ ബാസ്റ്റിൽ കോട്ട എന്നൊക്കെ പറയുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ വാക്കുകൾ അല്ലെങ്കിൽ എന്നീ മുദ്രാവാക്യങ്ങളാണ് ഈ ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടത്. നമുക്ക് അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന വസ്തുതകൾ വിലയിരുത്തി ശരിയായവ തിരഞ്ഞെടുക്കുക. വേഗം നോക്കിക്കോളൂ. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന ഏതാണ്? ഏതാണ് ശരിയായ പ്രസ്താവന? ഒന്നാമത്തെ പ്രസ്താവന നോക്കൂ. ഫ്രഞ്ച് ചരിത്രത്തിൽ ഭീകരവാഴ്ച കാലം എന്നറിയപ്പെട്ടത് റോബേസ്പിയറിന്റെ ഭരണ കാലഘട്ടമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിലെ ഫ്രഞ്ച് ചരിത്രത്തിലെ തന്നെ ഭീകരവാഴ്ചയുടെ കാലമാണ് ഏത് കാലഘട്ടം? റോബേസ്പിയറിന്റെ ഭരണകാലഘട്ടം. ശരിയായ പ്രസ്താവനയാണ്. ഭീകരവാഴ്ച കാലത്ത് നിലനിന്നിരുന്ന വധശിക്ഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് പീരങ്കി. ശരിയാണോ? പീരങ്കി അല്ല. ഭീകരവാഴ്ച കാലത്ത് നിലനിന്ന വധശിക്ഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഉപകരണം പീരങ്കിയല്ല, അത് ഗില്ലറ്റിൻ ആണ്. ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട്, ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നരവാഴ്ച അടിച്ചുവിട്ടിരുന്നത്. അടുത്തത് നോക്കൂ. ജോക്കോബിൻ ക്ലബിന്റെ നേതാവായിരുന്നു മെറ്റോണി. ജോക്കോബിൻ ക്ലബിന്റെ നേതാവ് ആരായിരുന്നു? മെറ്റോണി അല്ല. ജോക്കോബിൻ ക്ലബിന്റെ നേതാവ് റോബേസ്പിയർ ആണ്. ആരായിരുന്നു? റോബേസ്പിയർ ആണ് ഈ ഒരു ക്ലബിന്റെ നേതാവ്, സമുന്നതനായ നേതാവ്. മെറ്റോണി അല്ല. ജാക്കോബിൻ ക്ലബിൽ അംഗമായ ഇന്ത്യൻ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. ശരിയായ പ്രസ്താവനയാണ്. ഓക്കെ അല്ലേ? ഇതിൽ ഏതൊക്കെയാണ് ശരിയായ വസ്തുതകൾ? 1ഉം 4ഉം മാത്രമാണ് നമ്മുടെ ശരിയായ ഉത്തരം. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം അല്ലെ. അതായത് ഈ ഒരു റോബേസ്പിയറിന്റെ കാലഘട്ടമായിരുന്നു ഫ്രഞ്ച് ചരിത്രത്തിലെ ഭീകരവാഴ്ച എന്നറിയപ്പെട്ട കാലഘട്ടം. 1793-നും 1794-നും ഇടയിലുള്ള വർഷമാണ് അദ്ദേഹത്തിന്റെ ഭീകരത അടിച്ചുവിട്ടത്. ഓക്കെ, അപ്പൊ ആ ഒരു സത്യം പറഞ്ഞാൽ ആ ഒരു ഭീകരവാഴ്ച അല്ലെങ്കിൽ ആ ഒരു ഭീകരവാഴ്ച കാലം എന്ന് പറയാൻ തന്നെ കാരണം അദ്ദേഹം നടപ്പിലാക്കിയ ഈ പറയുന്ന പോലെയുള്ള വധശിക്ഷ നടപടികൾ തന്നെയായിരുന്നു. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായ വസ്തുത തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റായ വസ്തുത മാത്രം കണ്ടുപിടിക്കുക. നോക്കൂ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടുപിടിപ്പിച്ചത് ശ്രാവണബൽഗോളയിൽ ആണ്. ശ്രാവണബൽഗോളയിലാണോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ഒരു സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടുപിടിപ്പിച്ചത്? അല്ല. എവിടെയായിരുന്നു? അത് ശ്രീരംഗപട്ടണത്ത് ആയിരുന്നു. എവിടെയാണ്? ശ്രീരംഗപട്ടണം. ശ്രവണബൽഗോൾ അല്ല, ശ്രീരംഗപട്ടണം. ശ്രീരംഗപട്ടണമാണ് ശരിയായ ഉത്തരം. ഫ്രാൻസിലെ കോളനികളിൽ അടിമത്തം നിർത്തലാക്കിയ വർഷമാണ് 1948. അല്ല, 1848 ആണ്. ഫ്രാൻസിലെ അടിമത്തം പുനരാരംഭിച്ച ഭരണാധികാരിയാണ് നെപ്പോളിയൻ. ശരിയാണോ? ശരിയായ പ്രസ്താവനയാണ്. അടുത്തത്, ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് അഭിപ്രായപ്പെട്ട ആസ്ട്രിയൻ ഭരണാധികാരിയാണ് മെറ്റോണിക്. വളരെ ശരിയായത് അല്ലെ. ഏതാണ് നമ്മുടെ ശരി ഉത്തരം? ഏതൊക്കെ പ്രസ്താവനകളാണ് ഇതിൽ തെറ്റായ വസ്തുത? ഏതൊക്കെയാണ് തെറ്റ്? 1ഉം 2ഉമാണ് തെറ്റ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായ ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, നെപ്പോളിയനെ സംബന്ധിച്ച ശരിയായ വസ്തുത ഏത്? നെപ്പോളിയനെ കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ കണ്ടുപിടിക്കുക അല്ലെ. നെപ്പോളിയൻ ഫ്രാൻസിലെ ചക്രവർത്തിയായത് 1804-ലാണ് അല്ലെ. അപ്പോ ഫ്രാൻസിലെ ദേശീയതയൊക്കെ തകർത്തത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണെന്ന് ഓർക്കുക. നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്ത വർഷമാണ് 1799. ശരിയാണ്. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചു. വളരെ ശരിയായ പ്രസ്താവന.
നെപ്പോളിയന് അധികാരം നഷ്ടപ്പെട്ട യുദ്ധമായിരുന്നു വാട്ടർലൂ യുദ്ധം. ശരിയായ പ്രസ്താവനയാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ച വ്യക്തിയാണ് നെപ്പോളിയൻ. അതും ശരിയായ പ്രസ്താവനയാണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ശരിയാണ്. അല്ലെ, നമ്മള് എക്കണോമിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് സിങ്കിങ് ഫണ്ട് മെത്തേഡ് അല്ലെ ഡെപ്റ്റ് റിഡംഷൻ മെത്തേഡ്സ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാതൃകയാണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ സിങ്കിങ് ഫണ്ട് മെത്തേഡ് ഇനീഷ്യേറ്റ് ചെയ്തത് കണ്ടുപിടിച്ച വ്യക്തിയാണ് ആര്? നെപ്പോളിയൻ ആണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ് കണ്ടുപിടിച്ചത്. അദ്ദേഹം നല്ലൊരു സാമ്പത്തിക വിദഗ്ധനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എക്കണോമിക് ആയിട്ടുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരുപാട് പങ്ക് വഹിച്ച അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു ഭരണാധികാരി കൂടിയായിരുന്നു നെപ്പോളിയൻ. അടുത്ത ചോദ്യം അടുത്ത ഭാഗത്തിലോട്ട് നമ്മൾ കടന്നു. ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നോക്കിക്കോളൂ. ഭരണഘടനാ ഭേദഗതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അവയിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന നോക്കൂ. ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് 20. ശരിയോ തെറ്റോ? ശരിയായ പ്രസ്താവന. ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 368. ശരിയായ പ്രസ്താവന. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തത് സൗത്ത് ആഫ്രിക്ക. ശരിയായ പ്രസ്താവനയാണ്. ഇന്ത്യയിൽ ഭരണഘടന ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പാർലമെന്റിന്. ശരിയോ തെറ്റോ? ശരിയാണ്. ഈ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായ ഉത്തരം. അല്ലെ, അതായത് നമുക്ക് അങ്ങനെ തോന്നിയ പോലെ ഒന്നും ഭരണഘടനയിൽ ഭേദഗതി നടത്താനായിട്ട് സാധിക്കില്ല. കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിട്ടോ അല്ലെങ്കിൽ അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഭരണഘടനയിൽ നിലവിലുള്ള കാര്യങ്ങളിൽ ഭേദഗതി വരുത്താനായിട്ട് സാധിക്കുക. ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടി നിയുക്തമാക്കിയിട്ടുള്ള സ്ഥാപനമാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. പാർലമെന്റിന് മാത്രമാണ് ഭരണഘടനയിൽ ഭേദഗതി വരുത്താനുള്ള അധികാരമുള്ളത്. അപ്പൊ ഇതനുസരിച്ച് വെറുതെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിനായിട്ട് പ്രത്യേക ഭരണഘടനാ ഭേദഗതി ആവശ്യമുള്ള വകുപ്പുകൾ, അതുപോലെ തന്നെ എന്താ പറയാ പാർലമെന്റിന്റെ അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കാൻ പറ്റുന്ന സിമ്പിൾ മെജോറിറ്റിയോട് കൂടി പാസ്സാക്കാൻ പറ്റുന്ന ഭരണഘടനാ ഭേദഗതികൾ, അങ്ങനെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ വിഭാഗത്തിനെയും അല്ലെങ്കിൽ ഓരോ വകുപ്പുകളെയും ആവശ്യമെങ്കിൽ മാത്രം ഭേദഗതി നടത്തുന്നത്. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം. പൗരത്വം ഏറ്റെടുക്കൽ അല്ലെങ്കിൽ അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച് ഭേദഗതിക്ക് ആവശ്യമായത് ഏതാണ്? അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷമാണോ, പ്രത്യേക ഭൂരിപക്ഷമാണോ, എന്താണ് സ്പെഷ്യൽ പ്രൊവിഷൻ ആണോ, ഏതാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത്? പൗരത്വം ഏറ്റെടുക്കലും അല്ലെങ്കിൽ അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച ഭേദഗതിക്ക് ആവശ്യമായത് ഏതാണ്? ഏത് ഓപ്ഷനാണ് ശരി? ഓപ്ഷൻ എ ആണ് പാർലമെന്റിന്റെ സിമ്പിൾ മെജോറിറ്റി. പാർലമെന്റിന്റെ സിമ്പിൾ മെജോറിറ്റി അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് പാർലമെന്റില് അംഗങ്ങൾ ഹാജരായിട്ടുള്ള അംഗങ്ങളുടെ സിമ്പിൾ മെജോറിറ്റിയോട് കൂടിയിട്ട് നമുക്ക് പൗരത്വവുമായി ബന്ധപ്പെട്ട പൗരത്വം ഏറ്റെടുക്കൽ, അവസാനിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച് ഭേദഗതിക്ക് വിധേയമാക്കാവുന്നതാണ്. അടുത്ത ചോദ്യം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്ന് 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടവ തെരഞ്ഞെടുക്കുക. അല്ലെ, ഏറ്റവും ഭരണഘടനാ ഭേദഗതികൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ്. അല്ലെ, അപ്പൊ നമുക്ക് നോക്കാം. സ്വരൻ സിംഗ് കമ്മിറ്റിയാണ് 42ാം ഭരണഘടനാ ഭേദഗതിക്കായി ശുപാർശ ചെയ്തത്. ശരിയല്ലേ? ശരിയാണ്. അടുത്തത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ശരിയാണ്. 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ശരിയായ പ്രസ്താവനയാണ്. അടുത്തത് 42ാം ഭേദഗതിയിലൂടെയാണ് സ്ഥിതി സമത്വം, അഖണ്ഡത, മതേതരത്വം എന്നിവ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത്. ശരിയായ പ്രസ്താവന. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഈ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അല്ലെ, സ്വരൻ സിംഗ് കമ്മിറ്റിയാണ് 42ാം ഭരണഘടന ശുപാർശ ചെയ്ത്
ഭരണഘടനയെ ഇതിനോട് ഈ ഒരു 42ാം ഭരണഘടനാ ഭേദഗതിയെ കൂട്ടിച്ചേർത്തത്. 42ാം ഭരണഘടനാ ഭേദഗതി വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസാക്കാൻ കഴിയുന്ന ഭരണഘടനാ ഭേദഗതികൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. അല്ലെ, നമ്മൾ പറഞ്ഞു ഭരണഘടനാ ഭേദഗതി ചെയ്യാനായിട്ട് നമുക്കറിയാം പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷം മാത്രം ആവശ്യമുള്ള വിഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിന്റെ കീഴിൽ വരുന്ന വകുപ്പുകളുണ്ട്. ഇനി പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമുള്ള കുറെ വകുപ്പുകളുണ്ട്. ഇതിനും പുറമെ പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷവും സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണ്ട വകുപ്പുകളുണ്ട്. നമ്മുടെ ചോദ്യം ഇതാണ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ മാത്രം പാസാക്കാൻ കഴിയുന്ന ഭരണഘടനാ ഭേദഗതികളെ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ്? മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടവയാണോ, അതോ നിർദ്ദേശ തത്വങ്ങളാണോ, ഭരണഘടനാ ഭേദഗതിയിലെ 7ാം പട്ടികയാണോ, പാർലമെന്റിന്റെ നടപടിക്രമങ്ങളാണോ? ഏതാണ് പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി മാത്രം പാസാക്കാൻ കഴിയുന്നത്? ഏതെല്ലാമാണ്? മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളുമാണ്. നമ്മുടെ ഉത്തരം 1. ഏതൊക്കെയാണ് പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി മാത്രം പാസാക്കാൻ പറ്റുന്നത്? പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി മാത്രം. മൗലിക അവകാശങ്ങൾ ബന്ധപ്പെട്ടവ എങ്ങനെയാണ്? മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതും നിർദ്ദേശ തത്വങ്ങളും എല്ലാം എന്തുമായി ബന്ധപ്പെട്ടതാണ്? അതായത് മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഭേദഗതി, അതായത് എന്താ പറയാ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫോർമോസ്റ്റ് പാർട്ടാണ് ഈ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. എന്തിനേറെ നമുക്ക് അടിയന്തരാവസ്ഥ കാലത്ത് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൗലിക അവകാശങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അത്രമേൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് നിർദ്ദേശ തത്വങ്ങൾ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് നിർദ്ദേശ തത്വങ്ങൾ, DPSP എന്ന് പറയുന്നത് അല്ലെ. ഒരു ക്ഷേമരാഷ്ട്രം പടുത്തുയർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കൺസെപ്റ്റ്സ് ആണോ വേണ്ടത്? ഓപ്ഷൻസ് ഇല്ലേ? ഓപ്ഷൻസ് ഉണ്ടല്ലോ. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? അതായത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ മാത്രം പാസാക്കാൻ കഴിയുന്ന ഭരണഘടനാ ഭേദഗതികൾ ഏതെല്ലാമാണ് എന്നാണ് അല്ലെ. അപ്പൊ 1, 3, 1, 2 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണ്. 2 ആണ്, അത് 3 ആയി മാറിയതാണ്. ഓക്കെ, 2 ആണ്, ഓപ്ഷൻ ഉണ്ട് കേട്ടോ. 1ഉം 2ഉം ആണ്. അപ്പൊ മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളുമാണ് പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി മാത്രം ഭേദഗതി ചെയ്യാൻ പറ്റുന്ന വിഭാഗങ്ങൾ. ഭരണഘടനയിലെ 7ാം പട്ടികയാണെങ്കിലും പാർലമെന്റിലെ നടപടിക്രമങ്ങളാണെങ്കിലും ഇവ രണ്ടും നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? പാർലമെന്റിലെ കേവല ഭൂരിപക്ഷത്തോടു കൂടിയിട്ട് അല്ലെങ്കിൽ സിമ്പിൾ മെജോറിറ്റി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന രണ്ടിനെയും അമെൻമെന്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതോ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പുകളോ പാർലമെന്റിന് ഭേദഗതി ചെയ്യണമെങ്കിൽ എന്ത് വേണം? പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. 1ഉം 2ഉം മാത്രമാണ് നമ്മുടെ ശരി ഉത്തരം. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ മാറിപ്പോയതല്ല, ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് പറ്റി. 3 ഒരു ഇത് കയറി വന്നാട്ടെ, 3 കയറി വന്നാണേ. അടുത്ത ചോദ്യം, ശരിയായ ജോഡി ചേർക്കുക. ശരിയായി ജോഡി ചേർക്കുക. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള മാച്ച് ദ ഫോളോയിങ് ആണ്. 74ാം ഭരണഘടനാ ഭേദഗതി, 86ാം ഭരണഘടനാ ഭേദഗതി, 52ാം ഭരണഘടനാ ഭേദഗതി, 44ാം ഭരണഘടനാ ഭേദഗതി. ഇതിനൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് മാച്ച് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണ്? അതായത് ഈ ഭേദഗതികൾ നിലവിൽ വരുമ്പോഴുള്ള പ്രധാനമന്ത്രിമാരെ വെച്ച് നമുക്ക് ഇതിനെ മാച്ച് ചെയ്യാനായിട്ട് പറ്റും. വേഗം നോക്കിക്കോളൂ. 74ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? 74ാം ഭരണഘടനാ ഭേദഗതി. 86 ആരാണ്? വേഗം കണ്ടുപിടിച്ച് ഏതാണ് ഇതിൽ ശരിയായ ഉത്തരം? ആരൊക്കെ ഉത്തരം പറഞ്ഞല്ലോ? സജിത്ത് പറഞ്ഞു, ലിജി, ശ്രീജ പറഞ്ഞിട്ടുണ്ട്, ആൻസർ പറഞ്ഞിട്ടുണ്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് അല്ലെ. 74ാം ഭരണഘടനാ ഭേദഗതി, നഗരപാലികയുമായി ബന്ധപ്പെട്ട ഭേദഗതി നിലവിൽ വരുമ്പോൾ PV നരസിംഹറാവു ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെ. ഇനി 86ാം ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് AB വാജ്പേയി ആണ്. അതുപോലെ 52ാം ഭരണഘടനാ ഭേദഗതി സമയത്ത് രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ മൊറാർജി ദേശായി ആണ് അല്ലെ. മൊറാർജി ദേശായി ആണ് അല്ലെ. 74ാം ഭരണഘടനാ ഭേദഗതി നഗരപാലികയുമായി ബന്ധപ്പെട്ട് അല്ലെ. നമ്മള് പഞ്ചായത്തുകളിൽ ത്രിതല പഞ്ചായത്ത്
വ്യവസ്ഥ നടപ്പിലാക്കുന്നത് പോലെ തന്നെ നഗരപ്രദേശങ്ങളില് നഗരങ്ങളെ മുനിസിപ്പാലിറ്റികളിൽ നിന്നും മുനിസിപ്പൽ കോർപ്പറേഷൻസ് എന്നൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് ഈ താഴെ തട്ടിലുള്ള വികേന്ദ്രീകരണ ഭരണം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയാണ് 74-ാം ഭരണഘടനാ ഭേദഗതി. 86 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. 52-ാം ഭരണഘടനാ ഭേദഗതി നമ്മുടെ ഭരണത്തിലുള്ള കൂറുമാറ്റ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, 73-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. 73-മായി ബന്ധപ്പെട്ട് അല്ലെ, പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഏതാണ് ഇതുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ? വേഗം നോക്കൂ, ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ട് വരുന്നത് അല്ലെ? ഏതാണ് 73-ാം ഭരണഘടനാ ഭേദഗതി അല്ലെ? നോക്കൂ, പഞ്ചായത്തുകൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചത് ഈ ഒരു ഭേദഗതിയിലൂടെയാണ്. വളരെ ശരിയായ പ്രസ്താവനയാണ് അല്ലെ? താഴെ തട്ടിൽ നിന്ന് തുടങ്ങണം, ഗ്രാസ് റൂട്ട് ലെവൽ ഡെമോക്രസി എന്ന് പറയുന്നതിന്റെ ആപ്തമായ രൂപമാണ് 73-ാം ഭരണഘടനാ ഭേദഗതി. താഴെ തട്ടിൽ ഗ്രാമപഞ്ചായത്തുകൾ, അതിന് മുകളില് ബ്ലോക്ക് പഞ്ചായത്ത്, അതിന് മുകളില് ജില്ലാ പഞ്ചായത്ത്, ഇങ്ങനെ ഒരു ത്രിതല ഭരണ സംവിധാനമാണ് ഈ ഒരു 73-ാം ഭരണഘടനാ ഭേദഗതി വിഭാവനം ചെയ്തത്. ശരിയായ പ്രസ്താവന. രണ്ടാമത്തെ നോക്കൂ, PV നരസിംഹറാവുവിന്റെ കാലത്താണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത്. അതും ശരിയാണ്. അടുത്തത് 1992 ഏപ്രിൽ 20 നിലവിൽ വന്നു. തെറ്റായ പ്രസ്താവന. ഭാഗം 9-ൽ ഉൾപ്പെടുന്ന ഭേദഗതികളാണ് 243A മുതൽ 243 0 ഇല്ല കേട്ടോ, 43 എന്നാണ്. 16 അനുച്ഛേദങ്ങൾ. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? ഇതിൽ ശരിയായ ഉത്തരം ഏതാണ്? അതായത് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. എപ്പോഴാണ്? 1993-ലാണ്. 1993 ഏപ്രിൽ 20-നാണ് ഇത് നിലവിൽ വന്നത് അല്ലെ? അതായത് 73-ാം പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടന അംഗീകാരം ലഭിച്ച ഒരു ഭേദഗതിയാണ് ഇത്. ഓക്കെ, ഇത് നിലവിൽ അതായത് അംഗീകാരം ലഭിച്ചത് 1993 ഏപ്രിൽ 20-ന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിരുന്നു ഇതിന്. എന്നാൽ ഇത് നിലവിൽ വന്ന വർഷം, കറക്റ്റ് ഡേറ്റ് നിലവിൽ വന്നത് എപ്പോഴാണ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 1993 ഏപ്രിൽ 24-ന് ആണ്. ഓക്കെ, ഭരണഘടന അംഗീകാരം ലഭിച്ചത്, രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതാണ് ഏപ്രിൽ 30-ന്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയാണ് 73. അടുത്ത പ്രസ്താവന നോക്കൂ. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന മാറ്റങ്ങളുടെയും വ്യവസ്ഥകളുടെയും അടിസ്ഥാനത്തിൽ അതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ് എന്ന് കണ്ടെത്തുക. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നോക്കൂ, 2002 ഡിസംബർ 12-നാണ് ഈ ഒരു ഭേദഗതി അംഗീകരിച്ചത് അല്ലെ? എപ്പോഴാണ്? 2002 ഡിസംബർ 12-ന് ഈ ഭേദഗതി അംഗീകരിച്ചു. അടുത്ത ക്ലൂ ആണ്, ഇതനുസരിച്ച് അനുച്ഛേദം 45-ൽ മാറ്റം വരുത്തുകയുണ്ടായി. അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ ഒരു ഭേദഗതി അംഗീകരിച്ചത്. അടുത്തത്, പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി നമുക്കൊന്നും പറയാനില്ല, നമ്മുടെ ആൻസർ ഏതാണ്? എല്ലാവർക്കും ഉത്തരം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഏതാണ് നമ്മുടെ ശരിയായ ഉത്തരം? 86-ാം ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ ബി ആണ്. പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസ അവകാശ നിയമമായി പ്രഖ്യാപിച്ചതാണ് ഈ പറഞ്ഞ 86-ാമത്തെ ഭരണഘടനാ ഭേദഗതി അല്ലെ? ഭരണഘടനാ ഭേദഗതിക്ക് എപ്പോഴാണ് അംഗീകാരം ലഭിച്ചത്? 2002 ഡിസംബർ 12-നാണ്. AB വാജ്പേയി ആയിരുന്നു ഈ ഒരു 86-ാം ഭരണഘടനാ ഭേദഗതി ഇന്ത്യയിൽ നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി. എന്നാൽ APJ അബ്ദുൽ കലാം ആയിരുന്നു രാഷ്ട്രപതി. ഓക്കെ, അത് 86-ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? അത് APJ ആയിരുന്നു. അടുത്തത് നോക്കൂ, ശരിയായി ജോഡി ചേർക്കുക. ഇതും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, 101-ാം ഭേദഗതി, 86-ാം ഭേദഗതി,
44-ാം ഭേദഗതി. ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് മാത്രം കണ്ടുപിടിച്ചാലായിട്ട് മതി. ഏതാണ് ഇതിൽ ശരി ഉത്തരായിട്ട് വരുന്നത്? ഏതാണ് ശരി ഉത്തരം? 101-ാം ഭേദഗതി, 86-ാം ഭേദഗതി, അതുപോലെ 52-ാം ഭേദഗതി, 44. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. ആരൊക്കെയാ ശരി ഉത്തരം പറഞ്ഞത്? കുറെ പേര് ശരി ഉത്തരം കമന്റ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരി ഉത്തരം. അല്ലെ? 101-ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സുമായി ബന്ധപ്പെട്ടതാണ്. 86-ാം ഭരണഘടനാ ഭേദഗതി ഡൗട്ട് ഒന്നുമില്ല, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. 52 കൂറുമാറ്റം, 44-ാം ഭരണഘടനാ ഭേദഗതി 300A ആണ്. അല്ലെ? അതായത് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് എന്താ പറയാ അതിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് അതിനെ ഇപ്പോൾ വെറുതെ ഒരു നിയമപരമായ അവകാശമായി മാത്രം മാറ്റിയ ഒരു ഭരണഘടനാ ഭേദഗതിയാണ് 44-ാം ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ എ ആണ് നമ്മുടെ ശരിയായ ഉത്തരം. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡേ 28-ല് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലെ? ഫിസിക്സിന്റെ ഭാഗത്ത് നിന്ന് താപവും താപനിലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇംഗ്ലീഷ് പഠിച്ചു അല്ലെ? അപ്പൊ ഇത്രയും ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഡേ 29-ല് നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നാളെ വരുമ്പോൾ വൃത്തിയായിട്ട് അത് പഠിച്ച് മനസ്സിലാക്കി വരിക അല്ലെ? വളരെ എപ്പോഴും ഞാൻ പറയാറുന്ന പോലെ തന്നെയാണ്, വളരെ എഫക്റ്റീവ് ആണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ തരുന്ന ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത എക്സാമിന് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്ന ജോലി സ്വന്തമാക്കാനായിട്ട് സാധിക്കട്ടെ. വേഗം തന്നെ അടുത്ത എക്സാമിൽ തന്നെ നിങ്ങൾ എല്ലാവരും ക്വാളിഫൈഡ് ആകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അപ്പോ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായിട്ട് ഡേ 29-ുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോ ക്ലാസ് അവസാനിക്കാൻ പോവാണ്. അപ്പൊ എന്നും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അറിവിന്റെ പേടകം തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോസും ക്ലാസ്സുകളും എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെ ലഭിക്കും. അത് മാത്രമല്ല നമ്മുടെ ക്ലാസ്സുകളും വീഡിയോസും ഒക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും കൂടി ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു, നന്ദി, നമസ്കാരം. നമുക്ക് അടുത്ത ദിവസം കാണാം.